പേരിന്റെ ചായക്കട സാവിത്രി നഗർ. 2001 സ്ഥാപിതമായ ഒരു പുരാതന ചായക്കടയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കാലാകാലങ്ങളായി അനേകം അപ്പന്മാരുടെ വയറും മനസ്സും നിറച്ച ആധുനിക ചായക്കടയിലെ വടയും ചായയും നിങ്ങളുടെ വയറും നിറയ്ക്കും എന്ന പ്രതീക്ഷയോടെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ തരാം. എടാ മോനെ പത്രം എന്ത്? എടാ മോനെ ആ പത്രം എന്ത്? ഈ കിളവനെ കൊണ്ട് തോറ്റു. അത്രയും വലിയ സോഡാ കുപ്പി ആ കിളവന്റെ കണ്ണിൽ അന്നേരം കാണുന്നില്ല. എന്നാ പാപ്പ പത്രം. പാപ്പോ എന്നാ ചായ. അതെ മോനാര്? ജൂദാസോ? മോനെ എവിടെന്നാ വന്നേ? ട്രിവാൻഡ്രത്തിന്ന്. അത് ശരി. മോനെ അവിടെ എന്താ പണി? എനിക്കവിടെ വില്ലേജ് ഓഫീസില് പശുവിനെ കറവ. അത് ശരി. മോന് പശുവിനെ കറവ. മോനെന്താ ഇവിടെ താമസിക്കാൻ വന്നാണോ? അണ്ണ ചായ കിട്ടിയില്ല. ചായ അണ്ണ കടിക്കുന്നുണ്ടോ? ഉണ്ട്, ബോണ്ടയുണ്ട്, പഴംപൊരിയുണ്ട്, സുഖിയനുണ്ട്. എന്നാ വേണം? ഒരു പഴംപൊരി എടുത്തോ. ഇപ്പൊ തരാം. ഇതൊക്കെ ഇവിടെ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോടാ. മോനെ മോനിവിടെ താമസിക്കാൻ വന്നാണോ? ഇവിടെ താമസിക്കാൻ വന്നാണ്. അത് ശരി. മോൻ ഇവിടെ താമസിക്കാൻ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ ആൾക്കാരെ അറിയുന്നതായിരിക്കും മോന്റെ ആയുസിനും ആരോഗ്യത്തിനും നല്ലത്. അങ്ങനത്തെ ഒരു ഡയലോഗ്. അങ്ങനെയൊക്കെയാണ്. അതെ മോനെ, ഇത് നോക്കാം. ആ മൂലക്ക് കാണുന്ന കണ്ടോ? കണ്ട് ആ മൂലക്ക് നോക്കട്ടെ. നീല ഷർട്ടൊക്കെ ഇട്ട് ആ താടിയൊക്കെ അത് നമ്മുടെ ഷാജി പറമ്പിൽ. പിന്നെ അത് നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരൻ എല്ലാമായ പുള്ളിക്കാരനാണ്. പിന്നെ മോന് ഏത് പാർട്ടിക്കാരനാ? ഞാൻ മോദിയാ. പക്ഷേ മോന് കോൺഗ്രസ് അല്ലാതെ വേറെ പാർട്ടി ആണെങ്കിൽ അങ്ങനെയാണ്. ഈ നടുക്കിരിക്കുന്ന കണ്ടോ? അതാ നമ്മുടെ മത്തായിച്ചൻ. അത് ഇവിടുത്തെ വലിയ ആളാ. പിന്നെ ആ സൈഡിൽ ഇരിക്കുന്ന കണ്ടോ? പിന്നെ പരിചയമുണ്ടോ? അതൊക്കെ അതാ നമ്മുടെ സാവിത്രി നഗറിലെ മോഹൻലാൽ. ആള് വലിയ കാശുകാരനാ. കയ്യായിട്ട ഓച്ച കണ്ടില്ല മോൻ. പിന്നെ ഇവിടുത്തെ വലിയ ആളാ. പിന്നെ ഇനി അടുത്ത ആള് കാണിക്കാം. മോനെ ഇതാ ദുബായ് ജോസ്. പിന്നെ ഇയാൾ ഇവിടെ ഇപ്പൊ ഇല്ല. ഇപ്പൊ ദുബായ്ക്ക് പോയിരിക്കുവാ. പിന്നെ നല്ല കാശ് കാണിക്കല്ലേ?
അങ്ങോട്ട് നോക്കണം. അത് ഗോപാൽ മോനെ നമ്മളെ കാണാവോ? കാണാവോ? മോനെ ഇച്ചിരി അങ്ങോട്ട് മാറി എന്തോ ഇവിടെ നോക്കാം. അണ്ണാ രണ്ടുപേരും എടുത്തോ. തലക്കട പുറം കൂടി കാണിക്കാം ഇനി അടുത്ത പോ. ഇതൊക്കെ വീട്ടിലെ സാധനം. ഇത് നമ്മുടെ സാവിത്രി നഗറിലെ ഋതിക് റോഷൻ. വീട്ടിൽ നിന്ന് വരുമ്പോ ഇതൊക്കെ പറയണ്ടേ. പുള്ളി എല്ലാവരും നല്ല സ്വീറ്റാ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കബഡി കബഡിയാ കളിക്കാറിയോ? എവിടെ പോയി? പ്രോ കബഡിയിൽ ആളുടെ ടീം തോറ്റുപോയി. അതിന്റെ വിഷമത്തിലാ കണ്ണാടിയൊക്കെ. ടീമൊക്കെ ഫുള്ളാ. അത് വിടുന്ന നീ അടുത്ത കാണിക്ക. ഇത് കണ്ടോ? ഗൊരില്ലടാ നിന്റെ വീട്ടിൽ ഉള്ളയാ. അത് മുട്ട. എല്ലാം പോയി. ഇവിടെ മുട്ട വന്ന അയാളുടെ അടുത്താ. ഇതാണ് നമ്മുടെ സാവിത്രി നഗറിലെ ജോൺ സീന. പിന്നെ ബോഡി കണ്ടില്ലടാ നീ. പിന്നെ മുട്ടയാ മുഴുവൻ. ഇനി അടുത്ത ഇതാ നമ്മുടെ കേജ്രിവാൾ. ഇയാളുടെ ഓൾറൗണ്ടറാ. പിന്നെ ഇയാള് സൂപ്പറാണോ? അത്രയാണ്. നീ അടുത്തേല് പോവാണ്. ഇതൊക്കെ ഇത് ഗുണ്ടാ സംഘം ആടാൻ നോക്കിക്കോ. ഇവിടെ കാണും എല്ലാരും. അപ്പൊ ഇത് ദാടി വെച്ചാണ് ഒരു സൈഡിലേക്ക് തലയായിട്ട് ഞാൻ നോക്കട്ടെ. അതൊക്കെ ഇവിടെ ഉണ്ടിടാ മോനെ. എല്ലാവർക്കും വേറെ വേറെ പണിയാ. ചിലവരെ ഇവിടെ ചായ ഉണ്ടാക്കും. ചിലവർ എന്നോട് ഇരുന്ന് വെറുതെ ഇരുന്ന് വർത്താനൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടിടാ മോനെ. ചിലർ എന്താ പ്രാങ്ങിനെ നോക്കുന്നത് സൈക്കോയോ? ഏഞ്ചൽ മോൾ എന്ത് എവിടെ മോൾ എന്തായിരുന്നു മോളെ പഠിച്ചോണ്ടിരുന്നേ? ആ അത് തന്നെ. ഇവിടെ എല്ലാ ഗുണ്ടാ സംഘമാണ്. കഴിഞ്ഞ ദിവസം ഫോട്ടോയിലില്ലായിരുന്നു. പിന്നെ മോനെ സൂക്ഷിക്കുന്ന ഇത് ഗുണ്ടാ സംഘമാണ്. കഴിഞ്ഞ ദിവസം ഒരു കൊല ഒക്കെ നടത്തിയതാണ്. നമ്മള് നോക്കുന്നുണ്ട് ഇപ്പൊ എല്ലാരും. പിന്നെ കുറച്ച് സൂക്ഷിച്ച് വേണം. എന്റെ ഓസ്ട്രേലിയയുടെ മോളുണ്ട്. അത് അവള് വിളിക്കുക. അതെ അവള് എനിക്ക് കുറച്ച് അതാ കോമ്പറ്റീഷൻ. എടാ അത് ആ വയറിളക്കത്തിന് എന്താ പറയുക? കോമ്പറ്റീഷൻ അല്ലടാ. അതെ അവനറിയാം, നിനക്കറിയത്തില്ല. അത് തന്നെ. അതൊക്കെ എന്താ കോമ്പറ്റീഷനില് കാശോ? കാശ് എന്നാ മോനെ അവൾ എന്തോ ഈ ആമസോണിൽ എന്തോ ഓർഡർ ചെയ്തു. അപ്പൊ എനിക്ക് കുറച്ച് പോവാൻ നിന്ന പ്രശ്നം. എടാ നീയും പോയി കടയൊക്കെ കൂട്ടിയിട്ട് പോയി പണി നോക്കണം. അവൻ ഇവിടെ എനിക്ക് പരമൂല്യം തരത്തില്ല. അവനിവിടെ മോനെ ഇത്രയും വർത്താനം പറഞ്ഞ സ്ഥിതിക്ക് ചായയുടെ പൈസ ഞാനും പോട്ടെ. സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ആദാമിന്റെ ചായക്കട ഇന്നും അടച്ചുപൂട്ടാതെ കഴിഞ്ഞു പോകുന്നത് ഈ പറഞ്ഞ പ്രധാനികളുടെ ചായ കുടിയും വടകഴുപ്പും ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രധാനികൾക്ക് ആദാമിന്റെ ചായക്കടയുടെ പേരിലും ഉള്ള നന്ദി കടപ്പാട് ഹൃദയത്തിന് ഭാഷയിൽ അറിയിക്കുന്നു. I am Akhil signing off.
ഫ്രം ആദമിന്റെ ചായക്കട.